ഹായ് ഗായ്സ്, എല്ലാവർക്കും എർജ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് ബാഡ് അഗ്ലേ നമ്മുടെ തലയുടെ പടം ഏപ്രിൽ 10 വരുവാണ്. അപ്പൊ അതിന്റെ ടീസർ വന്നിട്ടുണ്ട്. ആദിക് രവിചന്ദ്രനാണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ. ഇതിന് മുമ്പ് ഇറങ്ങിയത് മാർക്ക് ആന്റണി എന്ന് പറയുന്ന ഒരു കിടിലൻ എന്റർടൈനർ പടമായിരുന്നു. അത് തിയേറ്ററിൽ കണ്ടവർക്ക് അതൊരു ഒന്നൊന്നര കിടിലൻ എന്റർടൈനർ ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട തിയേറ്റർ എക്സ്പീരിയൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ നിന്ന് ഒട്ടും കുറയാത്തൊരു പടം തന്നെ ആയിരിക്കും ഗുഡ് ബാഡ്. ഒട്ടും കുറയാത്തെന്നല്ല, ആദിക് രവിചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു കട്ട അജിത് ഫാനാണ്. അത് മാർക്ക് ആന്റണി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിനകത്ത് അജിത് റെഫറൻസിന്റെ അയ്യര് കളിയാണ്. അപ്പം സിനിമ ഒരു സംഭവം ആയിരിക്കും ഗുഡ് ബാഡ് അഗ്ലേ. അപ്പൊ എന്തായാലും അതിന്റെ ഒരു ഗ്ലിംസ്, ഒരു ടീസർ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിക്കളയാം. എക്സ്പെക്ടേഷൻ ഒന്നും ഒരു കുറവില്ല. തംബ്നെയിൽ കാണുമ്പോൾ തന്നെ മാസ് 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 തംബ്നെയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു വീഡിയോക്കകത്തൊരു അജിത് കുമാർ, നമ്മുടെ തല എന്നൊന്നും എത്ര പ്രാവശ്യം പുള്ളി വിളിക്കേണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് തല തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോക്കകത്ത് തലയുടെ പൂണ്ട് വിളയാട്ടമായിരിക്കുമെന്ന് ഈ ഒരു തംബ്നെയിൽ കാണുമ്പോൾ തന്നെ ഉറപ്പാണ്. നമുക്കൊന്ന് കയറി കണ്ടു നോക്കാം. ഗുഡ് ബാഡ് അഗ്ലേ. அவன் போட்ட ரூல்ஸ அவனே பிரேக் பண்ணிட்டு வந்திருக்கானா? அவன் மூச்சிலேயே முடிச்சிருவான். நாம எவ்வளவுதான் குட்டா இருந்தாலும் இந்த உலகம் நம்மள பேட் ஆக்குது. பக்கா வில்லேல துளுக்கு காட்டுறேன். ஜிவி பிரகாஷ் குமார் வாழ்க்கையில் என்னெல்லாம் பண்ணக்கூடாதோ சில சமயங்கள் அதெல்லாம் பண்ணணும் பேபி. അജിത് കുമാർ, ആദിക് രവിചന്ദ്രൻ, ഫാൻ ബോയ് സംഭവം, ഓളപ്പൻ, അത് വിശ്വസൊക്കെ പോലെ. ഗുഡ് ബാഡ് അഗ്ലേ. My darlings, missed you all. April 10th, മാമേ. ഷാൻഡാ മോനെ, ഒരു കിടിലൻ എന്റർടൈനർ ലോഡിങ് മാമേ. പൊളപ്പൻ തട്ട് പൊളിപ്പൻ സാധനം. ഞാൻ തംബ്നെയിൽ കണ്ടിട്ട് എന്ത് പറഞ്ഞോ അത് തന്നെയാണ് ടീസറിനകത്തുള്ളത്. ഒരു തലയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്ന രീതിയിൽ കിടിലൻ തട്ട് പൊളിപ്പൻ ടീസർ. പടം കാണാൻ തിയേറ്ററിലേക്ക് അടിച്ച് പൊളിക്കാന്ന് പറയുന്ന രീതിയിലുള്ള ടീസർ. ഒരു വിന്റേജ് അജിത് കുമാറിന്റെ ലുക്ക് നമ്മുടെ ബില്ലേലൊക്കെ കണ്ട് അത് സെയിം ലുക്ക്. അത് കണ്ടപ്പോൾ തന്നെ എക്സ്പെക്ടേഷൻ മല കയറി. പൊളി കട്ട വെയിറ്റിംഗ്. ഏപ്രിൽ 10 ആകാനായിട്ട് ഒരു കട്ട വിജയ് ഫാനായ ഞാൻ കട്ട വെയിറ്റിംഗ്. പഴയ വിന്റേജ് തലയുടെ അതേ എനർജിയിൽ അതേ ഒരു പക്ക എന്റർടൈനർ പടം കാണാനായിട്ട് കട്ട വെയിറ്റിംഗ്. ജി.വി. പ്രകാശ് കുമാർ അഴിഞ്ഞാടിയിട്ടുണ്ട് ഈ ഒരു ടീസറിനകത്ത്. വൺ സാധനം, എന്റർടൈൻമെന്റിന്റെ പീക്ക് ലെവലിലുള്ള സാധനം കാണാൻ പറ്റുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഈ ഒരു ടീസറിനകത്ത് അമ്മാതിരി എന്റർടൈൻമെന്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ പടത്തിൽ അതുക്കും മേലെയാണ് എക്സ്പെക്ടേഷൻ. പൊളപ്പൻ ടീസറുടെ അജിത് കുമാർ ഫാൻസിന്, തല ഫാൻസിന് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും. അമ്മാതിരി പൊളപ്പൻ സാധനം. ഇനി എത്ര പ്രാവശ്യം ഈ ഒരു ടീസർ ഫാൻസ് ഒക്കെ റിപ്പീറ്റ് അടിച്ച് കാണുമെന്ന് ഒരു എണ്ണവും കാണത്തില്ല. അമ്മാതിരി ലെവലൊരു സാധനം. ഞാൻ തന്നെ ഇനി എത്ര പ്രാവശ്യം കാണുമെന്ന് അറിയത്തില്ല കേട്ടോ. എനിക്ക് കിടിലമായിട്ട് ഇഷ്ടപ്പെട്ടു. കിടിലം. ആദിക് രവിചന്ദ്രൻ ഒരു ഫാൻ ബോയ് സംഭവം ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്മാതിരി സാധനം. ഈ ഒരു ടീസർ കാണിച്ചു കൊടുത്തിട്ട് ഇതിന്റെ ഡയറക്ടർ അജിത് കുമാർ ഫാൻ അല്ലെന്ന് ആരും പറയത്തില്ല. പുള്ളിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മേഖലയിലും ആ വിന്റേജ് ലുക്ക് വരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മാതിരി ഒരു ഫാൻ ബോയ് സംഭവം. ടീസർ തന്നെ ഒരു ഒന്നൊന്നര സംഭവം. പടത്തിനായിട്ട് കട്ട വെയിറ്റിംഗ്. കാൺ വെയിറ്റ്. അമ്മാതിരി ലെവലിലുള്ള ഒരു എക്സ്പെക്ടേഷൻ ഈ ഒരു ടീസറോട് കൂടി വന്നിട്ടുണ്ട്. പോളപ്പൻ. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ടീസർ. പക്ക ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മിസ് പണ്ണ മാട്ടെ മാമേ. പൊളി കേടേല.